2018 പ്രളയം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വെള്ളക്കയറ്റം. കാരണം ഞങ്ങൾക്ക് വെള്ളക്കയറ്റം പറയുന്നത് കടലിൽ നിന്നുള്ള വെള്ളക്കയറ്റമാണ്. കടലിൽ ഇതാകുമ്പോൾ മോശமான സമയം വരുമ്പോൾ കാലാവസ്ഥയിലെ മാറ്റം കൊണ്ട് കടലിൽ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ കയറുന്ന വെള്ളമാണ് ഇവിടെ പൊങ്ങണത്. പക്ഷെ ഇത് നമുക്കുണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കിടക്കുന്ന വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെയൊക്കെ മുറ്റമൊക്കെ എങ്ങനെയായാലും വേലിയേറ്റ സമയത്ത് വെള്ളം നിറയുന്ന ആൾക്കാരാണ്. കാരണം ഈ വേലിയേറ്റം ഉണ്ടായി കഴിയുമ്പോൾ വെള്ളം പൊങ്ങണതനുസരിച്ച് നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കയറും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഓരോ ദിവസത്തിലും വെള്ളം ഇറങ്ങണില്ല. ഒരു 3 ദിവസത്തോളം ഇങ്ങനെ കയറി 3-ാമത്തെ ദിവസം നേരം വെളുത്തില്ല. വെളുപ്പിനൊരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പെരക്കകത്ത് വെള്ളമാകുന്ന അവസ്ഥയിലായി. കാരണം ഇങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ഓരോ കോലൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിരും. കാരണം ഇതിൽ കൂടുതൽ പൊങ്ങണ്ട. കാരണം പെരയുടെ അകത്തോട്ട് കയറണമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ സാധനങ്ങളും ഈ കാലം വരെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നിലത്തിരി കയറിയുള്ളൂ. അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ രാത്രി തന്നെയൊക്കെ മാറ്റിയിട്ട് 3 മണി തുടങ്ങി ഓരോരുത്തരോ ക്യാമ്പുകളിലേക്ക് അങ്ങോട്ട് മാറ്റാൻ തുടങ്ങി. പിന്നെ ചില ആളുകളെ 2 വീലർ വെള്ളത്തിലായി. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പക്ഷേ അത് നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഇവിടെ കടൽ റഫായി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറും. കാരണം കടലിൽ കയറും. അതുകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാകുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലേക്കോ എങ്ങനെയെങ്കിലുമൊക്കെ മാറാറുണ്ട്. ഇത് പ്രളയം നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കണ്ടീഷനിലല്ലേ വന്നത്. വെള്ളം തുറന്ന് വിട്ട് വന്ന് കയറിയേക്കണേണ്. ആ കയറി വന്നു കഴിഞ്ഞ് സാധനം കടലിൽ. കാരണം അന്ന് ഇതിനുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പക്കം നോക്കുന്ന പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ വാവ്, ഏകാദശി, ത്രോദശി അങ്ങനെയൊക്കെ വെച്ചിട്ട്. കാരണം ഈ ദിവസങ്ങളിൽ വെള്ളം ഒഴുക്കില്ലാത്ത ദിവസം, വെള്ളം വെറുതെ അനങ്ങാണ്ട് നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. വെള്ളം ഏറ്റവും കറക്റ്റ് വരുമ്പോൾ മാത്രമേ ഈ കയറി വന്നെ അവിടെ നിന്നൊക്കെ തുറന്നു വിടുന്ന വെള്ളം കടലിലേക്ക് ഇറങ്ങിപ്പോളൂ. ഇറക്കമാണെങ്കിൽ ഇറക്കത്ത് അങ്ങോട്ട് പോകും. അതനുസരിച്ച് അറ്റത്ത് വെള്ളം തടിക്കുകയും ചെയ്യും. ഇറക്കം വരുമ്പോൾ ഈ വെള്ളം പോവുകയും ചെയ്യും. പക്ഷേ ഈ പക്കം നോക്കാണ്ട് ഈ സാധനം തുറന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം അങ്ങനെ തന്നെ അങ്ങോട്ട് വീർത്താണ് നിന്ന് പൊങ്ങിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വന്നപ്പോൾ 2 സമയം അപ്പോൾ വെള്ളം മേപ്പോട്ട് പൊങ്ങാൻ. ആ വെള്ളം അങ്ങോട്ട് പൊങ്ങിയിട്ട് പിന്നെ നമുക്ക് ആകെ വൈപ്പിങ്കര കിട്ടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, വൈപ്പിങ്കര ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു പ്രദേശം വൈപ്പിൻ. അതനുസരിച്ച് കിഴക്കോട്ടുള്ള ഏരിയയാണ്. മാഞ്ഞാലി അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെയാണ് ഈ മന്നമ്മാക്കനായി അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പ്രളയം കൊണ്ട് ദോഷം ഉണ്ടായത്. അപ്പോൾ ആ വെള്ളം അങ്ങനെ അവിടെയൊക്കെ നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങാടായി. പടിഞ്ഞാറെന്നുള്ള വെള്ളം നമ്മുടെ വീടുകളിലേക്കും ആ തിരമാലകളുടെ ശക്തി കുറക്കാൻ വേണ്ടിയാണ് ഈ മണൽ ചാക്കുകൾ വെച്ചേക്കണം വെള്ളം തടയാനായിട്ട്. അതങ്ങനെ വന്നു കഴിഞ്ഞ് വെള്ളം ഇപ്പുറം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ വീടിൻ്റെ അകത്ത് വെള്ളമായി. അന്നേരം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഇങ്ങനെയല്ല, വെള്ളം അങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിച്ചാൽ കടലിലേക്ക് വെള്ളം പോകുമല്ലോ. അപ്പോൾ അത്രയും വെള്ളം ഇറങ്ങി കിട്ടുന്നത്. പക്ഷെ പൊട്ടിച്ചത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം ഈ ഇളനക്കട പഞ്ചായത്തിൻ്റെ തീരദേശം 4 സ്ഥലത്ത് JCB ഉപയോഗിച്ചാണ് പൊട്ടിച്ചത്. പിന്നെ ഇത് പൊട്ടിക്കുമ്പോൾ ഒരു വിഷയം കൂടിയുണ്ട്. കാരണം നമ്മൾ പൊട്ടിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന തോടുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുഴയായിട്ട് ബന്ധപ്പെട്ട തോടാണ്. ഈ പഴങ്ങാട് തോട് എന്ന് പറയും. ഈ തോടിനെ നേരെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞ് കംപ്ലീറ്റ് വ്യാപിച്ച് അതിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ ഇടിയും. അപ്പോൾ അന്നേരം നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ അന്ന് തീരദേശ റോഡിന് വേണ്ടി സൈഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കരിങ്കല്ല് സൈഡ് വാൾ കെട്ടുമല്ലോ. സൈഡ് വാൾ കെട്ടിയിട്ട് അങ്ങനെയുള്ള പ്രദേശം നോക്കിയിട്ട് പൊട്ടിച്ച്. നമ്മളിപ്പോൾ നിന്ന പഴങ്ങാട് വില്ലേജ് റോഡിൻ്റെ പടിഞ്ഞാററ്റം അവിടെ വെച്ചങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നേരെ വെള്ളം കൂടെ ഇറങ്ങി കിട്ടി. അതിൻ്റെ വടക്കോശം അതുപോലൊരു സ്ഥലമുണ്ട്. ഒരു വേണമെന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ വടക്കോശമായിട്ട് അവിടെയും പൊട്ടിച്ചു. അവിടെയൊക്കെ JCBക്ക് മണ്ണാട് മാറ്റി കഴിഞ്ഞപ്പോൾ വെള്ളം ഭയങ്കര ഇതായിട്ട് പടിഞ്ഞായിട്ട് പെട്ടെന്ന് ഇരുന്ന്. കാരണം ആ ഇരിപ്പ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം വീടുകളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇവിടെ വീടുകളിൽ നിന്ന് ഇറങ്ങി അതനുസരിച്ച് കിഴക്കുന്നുള്ള വെള്ളം കൂടി പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഇറങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോൾ വീടുകളുടെ അകത്തു നിന്നുള്ള വെള്ളം മാറിക്കിട്ടി. പക്ഷെ അതിനുശേഷം ഇതിന് പ്രളയം കഴിഞ്ഞ് പിന്നെ ഒരു കഴിഞ്ഞ മുമ്പ് വർഷമല്ലേ 2019 തന്നെ 2019 നല്ലൊരു കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഈ കടൽക്ഷോഭത്തിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീവാൾ എന്ന് പറഞ്ഞാൽ ആ കാണല്ല, നിങ്ങളാ കണ്ടതല്ലേ യഥാർത്ഥ സീവാൾ. ഈ കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് അടിയിൽ ചെറിയ കല്ലുകൾ ചായച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ എലിയായിരിക്കും. കാരണം ഈ വന്നടിക്കുന്ന തിര അതും അടിച്ച് സ്പ്ലഡായി പോകാൻ വേണ്ടിയാണ്. ഇത് അതങ്ങനെ കിടക്കണോണ്ട് ആ തിര അങ്ങനെ തന്നെ മറിഞ്ഞ് ഇപ്പുറത്തേക്കാണ് വേണ്ടത്, റോട്ടിലേക്കാണ്, നമ്മുടെ ബീച്ച് റോഡിലേക്കാണ് വേണ്ടത്. ബീച്ച് റോഡ് എന്നത്തെ അവസ്ഥയാക്കണം. അതുകൊണ്ടാണ് ഈ ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇവരൊക്കെ ഞാൻ അന്ന് ഇതിനെ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് കൂടുതൽ ഞാൻ പോയിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം വരുന്നു എനിക്ക്. ഇവരെ പല സ്ഥലങ്ങളിലേക്ക് വരും. അന്നേരം ഇവരുടെയൊക്കെ വീടുകൾ നോക്കേണ്ട അവസ്ഥ നമുക്കായിരുന്നു. ഇതിങ്ങനെയൊക്കെ പോയി ഇതെല്ലാം കഴിഞ്ഞു വന്ന് ഗവൺമെൻറ് നല്ല നല്ല പ്രസംഗവും മുഖ്യമന്ത്രി മന്ത്രിമാരുടെയൊക്കെ പ്രസംഗം ഇവർക്കൊക്കെ സൂചിച്ച് എനിക്കുൾപ്പെടെ തന്നെ. കാരണം നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവരൊക്കെ പ്രസംഗിച്ചു പോയത്. പക്ഷെ അതുമാത്രം ഉണ്ടായുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഈ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന ഒന്നും ഒരു തരണ്ട.
ആ ഗ്യാങ് എങ്ങനെയെങ്കിലും പണിയെടുത്തുണ്ടാകും. പക്ഷേ നമുക്കിവിടെ കിടന്ന് ജീവിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കി തന്നെയല്ല, അത് വ്യക്തികൾക്ക് ചെയ്തു കൊടുക്കേണ്ട. ഏത് ഭരണാധികാരിയാണെങ്കിലും ആ ഭരണാധികാരിക്കുള്ള കീഴിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം ഞാനൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സർക്കാർ ഓഫീസായിരിക്കും, ആ സർക്കാർ ഓഫീസിൻ്റെ അധികാരി ആരാണെന്ന് വെച്ചാൽ ആ സർക്കാർ ഓഫീസ് പൊളിച്ചു മാറ്റി ആ പ്രദേശ ജനങ്ങളെ രക്ഷിക്കണം. കാരണം ജനത്തിൻ്റെ ജീവനെയാണ് ഏതൊരു ഭരണാധികാരി ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കേണ്ടതെന്ന് പറയണം. പക്ഷേ ഇതെന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണണ്ട. 18 കഴിഞ്ഞ് 19 കഴിഞ്ഞ് 20 കഴിഞ്ഞ് 21 കഴിഞ്ഞ് 22 23 വന്നു. ഈ കാലം വരെ ഇതെന്തെങ്കിലും ഒന്നും വേണ്ട, നമുക്ക് ഈ സീവാളൊന്ന് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി. ഇനി ചില അനന്തരൊക്കെ നടത്തിയ പോലെ സമരം ചെയ്യാൻ ഞങ്ങൾക്കറിയാം, സമരത്തിനും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ഈ സമരത്തിന് വേണ്ടി പോകാത്തതെന്ന് വെച്ചാൽ സമരത്തിന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവും. കാരണം ഇവിടെ നിന്ന് വെളുപ്പിന് 4 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 7 മണി 8 മണി 9 മണി ചിലപ്പോൾ 1 മണിക്കൊക്കെയാണ് തിരിച്ചു വന്നത്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചടുത്ത മണിക്ക് പോകും. അങ്ങനെ പണിയുള്ള സമയങ്ങളിൽ പോണ ആളാണ് മത്സരങ്ങളിൽ പോകാം. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മളും പോയാൽ ഇതൊക്കെ നടക്കും. പക്ഷേ ഒരു കാര്യം ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കുക, കാരണം ഇങ്ങനൊരു വിഭാഗം തീരദേശങ്ങളിൽ താമസിക്കുന്നുണ്ടെന്നുള്ള കാര്യം. മഴ രൂക്ഷമാകുമ്പോൾ ഏറ്റവും കൂടുതൽ പറ്റുന്നതെന്ന് പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെയുള്ള പ്രദേശം, ഇപ്പോൾ ഇവിടെ നിന്ന് കുറേ വഞ്ചിക്കാർ തള്ളുണ്ട്, ചെറിയ വഞ്ചി. ഇപ്പോൾ കമത്തി വെച്ചാൽ വഞ്ചിയല്ലേ, ആ വഞ്ചി തള്ളനെയാണ്, അത് ഇവിടെ നിന്ന് തള്ളാൻ പറ്റില്ല. അപ്പോൾ ഇത് പോകണമെന്ന് പറഞ്ഞാൽ ഈ കടൽ രൂക്ഷമായി കടൽ മറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് തള്ളി പോകാനുള്ള ഒരു സൗകര്യം കിട്ടൂല, വഞ്ചി ഇവിടെ നിന്ന് ഇറക്കാനായിട്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹാർബറുകളിലായിരിക്കുള്ളൂ. ഹാർബറുകളിൽ ഇപ്പോഴും തന്നെ ഗവൺമെൻറ് മുന്നറിയിപ്പ് അനുസരിച്ച് പണിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ചില സമയങ്ങളിൽ കടലിലേക്ക് ഇപ്പോൾ അവർ ഗവൺമെൻറ് മുന്നറിയിപ്പ് വന്നില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ആ ഒരു 3 മാസത്തിനുള്ളിൽ 3 മാസം 90 ദിവസത്തിൽ കൂടിയ ഒരു 30-35 ദിവസമൊക്കെ നമുക്ക് തൊഴിലിന് അല്ലേ, പരമാവധി അത്രയൊക്കെ നമുക്ക് തൊഴിലെടുക്കാൻ പറ്റാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കാരണം ഈ ഇതിനുണ്ടല്ലോ മറ്റേ അണ്ണാറക്കണ്ണൻ മാങ്ങാണ്ടി കൊണ്ട് ശേഖരിക്കുന്ന പോലെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. കാരണം ഈ 10 ദിവസം പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ചിലപ്പോൾ 30 ദിവസം ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 60 ദിവസം ജീവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പോകും. അങ്ങനെ ഓരോന്നോരോന്നും മറിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ജീവിതാക്രമല്ല, അങ്ങനെ മറിഞ്ഞും തിരിഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകും. നമ്മളിവിടെ നിന്ന് കൂടുതൽ പോയതെന്ന് പറഞ്ഞാലേ ഈ മാഞ്ഞാലി, മന്നം, ചിറ്റാറ്റുകര, ആലുവ, പുത്തമ്പേലിക്കര അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോയത്. അതിനകത്ത് ഏറ്റവും സങ്കടകരമായ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പള്ളിയിൽ ഭക്ഷണം കൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് സത്യം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നതിൽ കുട്ടികൾ വെള്ളം കിട്ടാതെ, ഭക്ഷണം വെള്ളം കിട്ടാതെ കൊച്ചുകുട്ടി, ഞാൻ പൊട്ടിച്ചൊരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടില്ലേ, ഇതിൻ്റെ കുടിയാണ് സത്യം പറഞ്ഞ് ഞാൻ കരഞ്ഞു പോയി. അത്ര കാരണം വെള്ളം കിട്ടാൻ നിവൃത്തിയില്ല. ഇതൊക്കെ കഴിഞ്ഞൊരു 3-4 ദിവസം കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആവശ്യം പോലെ ഭക്ഷണം. എന്നാൽ ചില ക്യാമ്പുകൾ ലാവിഷായിരുന്നു, ചില ക്യാമ്പുകളിൽ ഇതൊന്നും തന്നെ എത്തിയിട്ടില്ല. പിന്നെ അവിടെ ആ പരിസരത്തുള്ള കുറേ ആളുകൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും പറ്റാണ്ടായി. മത്സ്യത്തൊഴിലാളി ചലനം എന്ന് പറഞ്ഞാൽ ഈ വലിയ ക്യാരിയറായിട്ട് പോകണതാണ്. അന്നത്തെ ഒരു വലിയൊരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഏതാണ് പ്രദേശം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിന് 2 നില വീടിനൊക്കെ മുകളിൽ വെള്ള കണ്ടീഷനായിരുന്നു അന്നൊക്കെ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേക്കര പറവൂർ വടക്കേക്കര എനിക്ക് പോകണം, പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ആ പെരട മേക്കൂര മാത്രം കാണാൻ പറ്റും. എന്ന് ശരി, അത്രയും വെള്ളം, അത്രയും ആഴത്തിലാണ് നമ്മള് വെള്ളത്തിന്റെ വെള്ളം ഒഴുക്കെന്ന് പറയുന്നത് നമുക്ക് ഒന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത്. നമുക്കൊന്നും കാണാനോ പിടിക്കാനോ പറ്റാത്ത ലെവലിലുള്ള വെള്ളം. ഇവിടുന്ന് അടുത്ത ഒരു ടീമുണ്ട്, കുറച്ച് പേരുണ്ട്, അതെല്ലാം കൂടെ ആലുഭാഗത്ത് പോയാൽ ഒരുപാട് നമുക്ക് ഒരു അപകടകരമായ രീതിയിലായി മതിലിന്മേലൊക്കെ കുപ്പിച്ചില്ലി കറച്ചു വെച്ചേക്കുന്നത്. ഇങ്ങനെ മതിലടി കഴിഞ്ഞാൽ ആണി കുപ്പിച്ചില്ലി കമ്പിയൊക്കെ പിടിപ്പിക്കുമല്ലോ സുരക്ഷ കള്ളന്മാരുടെ ഇത് ചെയ്തു. പക്ഷെ അതിന് സംഭവം പല വള്ളങ്ങൾക്കും അത് ഒരുപാട് പേര് ഇവിടെ കാല് മുറിയിലും വൃത്തവും മുറിക്കുന്നുണ്ട്. കാരണം അമ്മ ചവിട്ടിയൊക്കെയാണ് കയറുന്നത്. ഒരുപാട് ദുരിതങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ പോണ സമയത്ത് ഇവിടുത്തെ ഒരുപാട് ചെറിയ ചെറിയ സംഘടനകൾ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നു അത് വെള്ളത്തിലാക്കി പോകും. അത് കൊണ്ടുപോയി നമ്മ ഓരോ ക്യാമ്പുകളിലും കൊടുക്കും. ആളുകൾ കൊണ്ട് എത്തിക്കുന്ന സമയത്ത് ആളുകളെ വീടുകളിൽ കയറ്റുമ്പോൾ അവർക്ക് വെള്ളത്തിൽ വെച്ചും കൊടുക്കും, ക്യാമ്പുകളിലൊക്കെ കൊണ്ടുപോയി. നമ്മുടെ അന്നത്തെ MLA S. ശർമ്മ പറയല്ലേ, MLA ഇടപെട്ട്. കാരണം അങ്ങേരിക്ക് എങ്ങനെ ഇതായിട്ട് ബന്ധമുണ്ടായിരിക്കുള്ളൂ. ഇതേപോലെ വള്ളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉൾപ്രദേശങ്ങളിൽ പോയി ഒറ്റപ്പെട്ട് പോയേക്കണ വീടുകളിൽ നിന്ന് ആളെ മാറ്റാന്നുള്ളത്. അങ്ങനെ MLA ഇടപെട്ട് ഫിഷറീസ് ഡയറക്ടർ, അതായത് ഈ വള്ളം നിങ്ങൾ തന്നെ വലിയ വള്ളങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ 15 ആൾ 20 ആൾ 29 ആൾ 30 ആളൊക്കെ ആയിട്ടുള്ള ഒരു ഈ സംഘം രൂപീകരിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്ത് അതിനാണ് ഫെഡ് ലോൺ തന്നെ, മത്സ്യഫെഡ് ലോൺ തന്നെ. ആ ലോൺ തന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരായിട്ടും ഇതിൻ്റെ ലീഡറായിട്ട് എല്ലാവരായിട്ടും കോൺടാക്റ്റ് ഉണ്ടാവും. ഈ ഇതിൻ്റെ
ജില്ലാ ഡയറക്ടർ ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോകാൻ തയ്യാറായി. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നേരം ഈ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി കിടക്കണം. അതൊന്നും നോക്കാണ്ടാണ്. കാരണം നമ്മൾ വീട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സൗകര്യങ്ങൾ നമുക്ക് എങ്ങനെയാലും പണിയെടുത്തുണ്ടാകാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് ജീവൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് പോയാൽ പോയില്ലേ. അന്നേരം ആ മനുഷ്യജീവന് മാത്രം വില കൽപ്പിച്ച് ഞങ്ങളൊക്കെ ഇറങ്ങിയത്. അത് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾക്ക് ആരുടെ മുമ്പിലും പറയാൻ അഭിമാനം കിട്ടും. കാരണം ഒരുപാടുള്ള ആ ചെറിയ വള്ളങ്ങളിൽ വലിച്ച് കയറ്റി പൊക്കി കയറ്റി അവിടെ ക്യാമ്പുകളിൽ കൊണ്ടുപോയി മാറ്റാൻ അന്ന് പറ്റി. കുറേ വീടുകളിൽ ഈ വാർക്കട മുകളിലൊക്കെ വീട്ടിലേക്ക് വന്നിട്ടില്ല. കാരണം ഒരു 4-5 ദിവസം ശരിക്കും പടിഞ്ഞാറ മേഖലയിൽ ആരും തന്നെ ഇല്ല ഇവിടെ. അതിന് വന്നതാണ്. നിങ്ങൾ വന്ന റോഡ് അതൊന്നും കാണാൻ പറ്റില്ല. റോട്ടിൽ കൂടെ വെള്ളം ഓടിച്ചുകൊണ്ട് പോകാൻ അത്ര ഹൈറ്റിൽ വെള്ളം വഞ്ചികളൊക്കെ ഇവിടുന്ന് ചെറിയ വഞ്ചികളിലാണ് കണ്ടില്ല. വെള്ളത്തിലായി പോയി. കിഴക്കോട്ട് എത്താൻ പറ്റും, റോഡ് വരെ എത്താൻ പറ്റും. അന്ന് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പിടിച്ചിട്ടാണ് വഞ്ചികൾ ഇവിടുന്ന്. അത്ര ഒഴുക്കാണ് പടിഞ്ഞാറ്റ്. വെള്ളം പൊട്ടിച്ച് വിട്ടപ്പോൾ വെള്ളം അത്രയും ശക്തിയിലാണ് പടിഞ്ഞാറ്റ് ഒഴുകി പോകുന്നത്. പൈപ്പിൽ പോകും. അത് ഈ വള്ളങ്ങൾ കിട്ടുന്ന അവിടെ ഹാർബറിലാണ്. ഹാർബറിൽ എന്നിട്ട് അവിടെ നിന്ന് അവർ പറയും. ഇല്ല, അന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഇട്ടെങ്കിൽ ഈ പണിക്കിങ്ങനെ സംഭവിച്ചപ്പോൾ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങോട്ട് മാറ്റി പഴങ്ങാട് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ പുഴയിൽ കൊണ്ടുവന്ന് ഇവിടെ പാലത്തിനവിടെ ഇട്ടത്. അപ്പോൾ ഞങ്ങളെല്ലാം ഈ ഇവിടെ സ്കൂളിലായിരുന്നു ഞങ്ങൾ ക്യാമ്പ്. എല്ലാവരും ഇവിടെ എല്ലാവരും അവിടെയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വള്ളത്തിൽ ഞങ്ങൾ ഈ രക്ഷിക്കാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞ നിർദ്ദേശം തരും. മുകളിലോട്ട് അങ്ങോട്ട് പോകും. അന്ന് പോയിട്ട് പല വള്ളങ്ങളുടെയും എഞ്ചിൻ ഔട്ട്ബോർഡ് വെച്ചിട്ട് പോണ വള്ളങ്ങളാണല്ലേ. ഈ 40-ൻ്റെ എഞ്ചിനൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം പോണത് പല സ്ഥലങ്ങളിൽ ഇടിച്ച് ഇതൊക്കെ കംപ്ലൈൻ്റായി ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഈ കുപ്പിച്ചില്ലും കമ്പിയൊക്കെ വെച്ചാൽ മതിലിൻ്റെ മുകളിൽ കൂടെ മതിലുണ്ടെന്ന് അറിയില്ലല്ലോ. പോകുമ്പോഴായിരിക്കും അടിയിൽ കമ്പിയൊക്കെ കുതി കയറണത്. കാരണം ഇത് ഇരുമ്പ് ഫൈബർ ചെയ്തതിൻ്റെ അടി ഫൈബറൊക്കെ പൊട്ടി ആകെ നാശഭൂഷമായി ഒട്ടുമിക്ക വള്ളങ്ങളും അങ്ങനെ സംഭവിച്ചാണ്. ചില വീടിൻ്റെ മാർക്കട മുകളിലാണ് ആളുകൾ. 2 നില വീടിൻ്റെ ഒക്കെ മാർക്കട മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് വഞ്ചി കൊണ്ട് ചേർത്ത് നിർത്തിയിട്ട് ആളെ കയറ്റി പോകുന്നത്. ഓരോരുത്തല്ല നമ്മൾ ഈ പറൂര് കിഴക്കോട്ടുള്ള ഈ ഏരിയയിലൊക്കെ ഇത് തന്നെ ഇരുന്ന അവസ്ഥ. അപ്പം നമ്മളെ ആലോചിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കട്ടിലിൻ്റെ പൊക്കത്തിലല്ലേ കയറിയിട്ടുള്ളൂ വെള്ളം. പക്ഷേ നമ്മുടെ വീട്ടിൽ കട്ടിലിൻ്റെ പൊക്കത്തിലെ വെള്ളം കയറിയിട്ടുള്ളെങ്കിലും നമ്മുടെ അടിസ്ഥാന സൗകര്യം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഇതൊക്കെ എല്ലാ സാധനത്തിലും വെള്ളമായി പോയി. കാരണം ഇതൊന്നും കയറ്റി വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ നമ്മൾ പോയത്. നമുക്ക് പിന്നീട് നോക്കാനും പറ്റിയിട്ടില്ല. എന്തിനു പറഞ്ഞത് നമ്മളെ ഈ വെള്ളം ഷെയറിങ് അടിയിൽ ടാങ്ക് വെക്കുമല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, ആ വാട്ടർ ടാങ്ക് വരെയും വെള്ളം കുറവുള്ള ടാങ്കുകൾ ഈ വെള്ളം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മോട്ടോർ ഉൾപ്പെടെ തന്നെ പൊട്ടി തെറിച്ചിട്ടേ ഇങ്ങനെ പൊങ്ങിയിട്ട് വരില്ല. മോട്ടോർ ഉൾപ്പെടെ പൊട്ടി സാധനം ഒഴുകി അങ്ങോട്ട് പോകും. ഇവിടെ എടവനക്കാട് ക്യാമ്പ് ഉണ്ടെങ്കിലും ക്യാമ്പിൽ ഈ ആളൊന്നുമില്ല. ഒക്കെ പല സ്ഥലങ്ങളിലേക്കാണ്. ആളുകളെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആണുങ്ങൾ അധികം ഉണ്ടാവാറില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഈ രക്ഷപ്രവർത്തനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നു. കൂടുതലും നിസ്സാര ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പ്രായമായവരും പാടില്ലാത്തവരൊക്കെ അങ്ങനത്തെ ആളുകൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റണ്ടായിപ്പോ വെച്ചാല് അവിടെ നിന്ന് കാണുന്ന നമ്മൾ TV-യിലും കാണുന്ന വീട് മൊത്തം മുങ്ങിയാണല്ലോ വന്നത്. അപ്പൊ ആ ഒരു പേടിയും കൂടി ഇവിടെ നിന്ന് ആളെല്ലാരും കൂടി ഇതൊന്നും നോക്കാൻ നേരെ അങ്ങോട്ട് മാറ്റി അവിടുന്ന് വന്നോണ്ടിരിക്കണ അങ്ങനെയാണല്ലോ വെള്ളത്തിന്റെ വരവ്. സന്തോഷാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് വീടിന്റെ കീഴിലാണ് കുറെ ആൾക്കാർ പോയിരുന്നത്. വള്ളത്തിന്റെ ക്യാപ്റ്റനാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് വെച്ചു. അറിയാവുന്ന ആളൊക്കെ വിളിച്ച് എന്തെങ്കിലും പരമാവധി എന്തെങ്കിലും ചെയ്യണം. ഈ നിമിഷം അങ്ങനെ ഒരു നിമിഷം പോലും നമുക്ക് നോക്കിക്കാൻ പറ്റാത്ത സമയമുണ്ടെന്ന്. ഒരു നിമിഷം പോലും നമ്മൾ ജീവന് വില കൊടുക്കുന്ന ഒരു ടൈമാണ് അത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അത് വിനിയോഗിക്കാണ്ടിരിക്കരുത്. നമുക്കൊണ്ട് കഴിയാവുന്ന എന്താ ചെയ്യണമെന്ന്. അപ്പം നമുക്കൊതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. നമ്മളിങ്ങനെ കടലിൽ പോവും, മീൻ പിടിക്കാൻ പോവും, ചിലപ്പോൾ വെള്ളത്തിലൊക്കെ ചാടും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഒരു പ്രളയത്തിനെ അഭിമുഖീകരിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ എന്നിട്ടത് പല ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലും DD, AD പിന്നെ അതുകൂടാണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട് പരിചയമുള്ളവരൊക്കെ ഇങ്ങനെ പറവൂരൊക്കെ ഉള്ള. അത് വ്യക്തിപരമായിട്ടുള്ള പരിചയമാണ്. അവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയണം, ഇപ്പം ചെയ്യണം. പറവൂരൊക്കെ പറവൂരൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ ഈ പറവൂരൊക്കെ പോകണം. അപ്പോൾ പറവൂരൊക്കെ വഞ്ചിയായിട്ടൊന്നും പോകാൻ പറ്റില്ല, നമ്മളൊക്കെ വലിയ വഞ്ചിയാണേ. അപ്പോൾ ഞങ്ങൾ
എസ് ശർമ്മ, അതുകൂടാണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘം പ്രസിഡൻ്റായ ജയൻ, പിന്നെ ഫിഷറീസ് ഡയറക്ടർ DD, AD, പിന്നെ മത്സ്യബോർഡിൻ്റെ ഒരു ബോർഡ് മെമ്പർ, അങ്ങനെ പലരും ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും ഈ നിമിഷം നിങ്ങൾ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ എന്തോരം നഷ്ടമെന്നൊന്നും പറയാൻ പറ്റില്ല, ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് ചെയ്യാം, അതൊക്കെ നിങ്ങൾ. അപ്പോൾ അന്ന് 16-ാം തീയതിയാണ് ഈ പറയണത്. 17-ാം തീയതി വെളുപ്പിന് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലാണ് നമുക്ക് അത്രയും സന്തോഷം വന്നായത്. നമുക്കിപ്പോൾ ആ സമയത്ത് നമ്മുടെ ജില്ലാ കളക്ടർ, നമ്മുടെ സഫർ അബ്ദുള്ള, അദ്ദേഹം വളരെ നമുക്ക് നമ്മളെ പ്രശംസിക്കുകയും നമുക്ക് പലതരത്തിലുള്ള മത്സരാളി ആ ഒരു ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മൾ ചെയ്ത അതിനെക്കുറിച്ചൊക്കെ പുള്ളി വളരെ നല്ല രീതിയിലൊക്കെ നമുക്ക് പ്രോത്സാഹനങ്ങളും നമുക്ക് അഭിമാനം നടക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിലൊക്കെ എല്ലാത്തിലും ഉപരി ഞാനീ പറഞ്ഞ ഒരു വലിയ മിത്ര, അവരമ്മ, ആ നൊറോളിയും ആ ഒരു സങ്കടവും ആ സമയത്ത് നമുക്ക് തന്ന ആ ഒരു അനുഗ്രഹവും, അത് ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണേണ്ടത്. പിറ്റേ ദിവസം പോയിരുന്നു ഞങ്ങൾ, പിറ്റേ ദിവസം പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അന്നൊക്കെ കുറച്ച് ആളെ പോയിരുന്നുള്ളൂ. ആദ്യ ദിവസം ഞാൻ പറഞ്ഞു 2 വഞ്ചിയാണ് ആദ്യം പോയത്. പിന്നെ നമ്മളെ കൊണ്ട് അറിയാവുന്ന നമ്മൾക്ക് മേഖലയിൽപ്പെട്ട നമുക്കറിയാവുന്ന ആളിലൊക്കെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ഓരോരുത്തരും ഇത് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് ചെയ്യണം. അങ്ങനെ പല ഭാഗത്തുനിന്ന് അതിൽ കൂടെ നമുക്ക് എവിടെയൊക്കെ പരിചയപ്പെടണം അവരൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ഫോണിലൊന്നും നമുക്ക് റേഞ്ചില്ല, ചാർജില്ല, കറണ്ടില്ല വീട്ടിലൊന്നും. ഇതൊക്കെ എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും തൊട്ട് ചിലരൊക്കെ പവർ ബാങ്കൊക്കെ സഹായിച്ചിട്ടാണ് നമ്മൾ പല കാര്യത്തിലൊക്കെ നമുക്ക് വിളിക്കാനൊക്കെ പറ്റും. റേഞ്ചില്ലേ, നമ്മൾ വഞ്ചിയിലൊക്കെ ഒന്ന് വിളിക്കാനായിട്ടൊരു സന്ദർഭമൊന്നുമില്ല, അങ്ങനെ വിളിക്കാൻ പറ്റണില്ല, റേഞ്ചില്ല, ഫുൾ ജാമാണ് മൊത്തത്തിൽ. അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ പലരും ഇങ്ങനെ പല സുഹൃത്തുക്കളും പവർ ബാങ്കും ഇതൊക്കെ തന്നിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് രാത്രിയിൽ നിന്ന് വിളിക്കും. രാത്രിയാണ് ഞങ്ങൾ ക്യാമ്പിൽ വന്നത്. ക്യാമ്പിൽ വരുമ്പോൾ നമ്മുടെ നേരിട്ടുള്ള അവസ്ഥ അത് വേറെ ക്യാമ്പിൽ. ഇത് നമ്മൾ ഇങ്ങനെ എന്നാലും ഞങ്ങൾ 5 ദിവസം പോയി. 5 ദിവസം പറവൂരായാലും വടക്കം പറവൂര്, ഈ മറ്റേ മാഞ്ഞാല് വരെയും പോയിട്ടുണ്ട്. ഈ ആലുവ കാപ്പ ആ സമയത്തൊക്കെ റൂട്ടിൽ സജീവമായി പട്ടാളവും ഈ നമ്മുടെ മത്സരാളി എല്ലാ മേഖലയിൽ നിന്നൊക്കെ മത്സരാളികൾ എത്തിക്കഴിഞ്ഞു. ചെല്ലാനം, കണ്ണമാലി, നമ്മുടെ ഞാറക്കല്, മാലിപ്പറ, അടനക്കാട്, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വന്നപ്പോൾ കുറേ കൂടി നമുക്ക് ഈ ആളുകളൊക്കെ രക്ഷപ്പെടുത്താനും ആളുകൾക്ക് കുറേ വെള്ളങ്ങളും സാധനങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ള ആ അനുഭവങ്ങളൊക്കെ. ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ടുണ്ട് 2018. അതല്ല സംഭവം. ഇത് യഥാർത്ഥ ചിത്രം ഇതാണ്. അതായത് വീടിൻ്റെ മുകളിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് അത് സങ്കടം ഉണ്ടാക്കി കാണാനായിട്ട്. ആ ഒരു അനുഭവമാണ് നമ്മുടെ ഓർമ്മ. നമുക്കത് ഏതൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ എത്ര ഹംഭാവമുള്ളവനാണ് ശരിയാണ്, നമുക്കത് നമ്മുടെ മനസ്സിൽ തങ്ങിക്കുന്നൊരു സംഭവം അതാണ്. ആ ഒരു നിമിഷത്തെ, അതായത് അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കൂ എന്നുള്ള ഒരു സങ്കല്പം വിട്ടുപോയ ഒരു നിമിഷം. ദൈവത്തിൻ്റെ ആ കണ്ടീഷനിൽ ചെന്ന് ഞങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞാലാണ്. അങ്ങനെ ഇത്ര പേര്, ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണം തരാമെന്നാണ് പറഞ്ഞത്, എന്ത് വേണമെങ്കിലും. അപ്പോൾ ഇങ്ങനെ കവറിൽ കിറ്റിയൊക്കെ എടുത്തണം പോലെയാണ്. കവറിൽ സ്വർണ്ണം ഉണ്ടാവും, പൈസ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ജീവൻ നിങ്ങളുടെ ജീവൻ കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ഒന്നും തരണ്ട. എന്ത് കണ്ടാലും ധീരമായിട്ട് നേരിടാനുള്ള കഴിവുള്ളൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി. കാരണം ഇതിലേക്ക് അങ്ങോട്ട് ചെന്നാൽ, നമ്മുടെ ഈ കാണുന്ന കടലിലേക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു സാമ്രാജ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അവിടെ വെച്ച് കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കാം. പക്ഷെ അതിനെല്ലാം നേരിട്ട് ആ ഒരു മനസ്സിനങ്ങനെ, കാരണം എന്ത് അപകടം വന്നാലും അതിന് നേരിട്ട് പോകാമെന്നുള്ള മനസ്സുകൊണ്ട് എവിടെ അല്ലെങ്കിൽ ചെല്ലാൻ കഴിയട്ടായിരുന്നു. പക്ഷേ അതെന്തൊക്കെ തന്നെ നേരിട്ട് വന്നാലും ഇന്നും ഏറ്റവും കൂടുതൽ ദുരിതവും അനുഭവിക്കുന്ന ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളിയാണ്. During the Kerala floods, we used every possible air effort that we had, the Indian Navy had. So we put all the sea kings also in the air. So I was flying one of those sea kings. So it was off Chalakudi, if I remember correctly. This particular rescue mission. So I went അവിടെ പോയപ്പോൾ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ആരും വേവിയുണ്ടായിരുന്നു. So I went in the hover and then I started winching one after the other. So ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു 17 ആളെ ഞാൻ വിഞ്ച് ചെയ്തു. Expect that much of people together on the അതല്ല, of course you expect and you try and take as much as possible, but one after the other they all wanted to be rescued. So I couldn't say no.
People, they wanted to be rescued and I can't say no. So I kept winching up. My crew kept winching up people. So we winched up 17 people at one go. And that is the time when I saw somebody waving from a building further away. They were also desperately waving with something. So then I said, okay, I didn't have the heart to, leave them, because I knew it was getting close to sunset, So you don't know what will happen at night, Maybe there could be some grievous injury to them. So I said, let me attempt. So I shifted the helicopter to that building and I continued picking up people, rescuing people, till the last man which was left on the roof. So finally when I picked up everyone, that is when I realized that I've already winched up 26 people inside, So it was very challenging, extremely challenging. What happens is, weight the reserve power gets reduced, helicopter. Then you are at the extreme limit of your power. You hardly have any power to fly, to take off. But somehow I managed to get airborne. Probably. So then that's when I realized, just before landing, I realized that I am carrying 31 people on this aircraft. It was, who counted it? my rear crew counted it. And because I had to give the RT call to the ATC. The ATC will ask number of persons on board. So that is the time I counted how many people are there. Alright. So it's very time consuming. It's very time consuming. Because a heavy helicopter like Sea-King, you can't get it close, to the ground, because the downwash from the rotors are very, very strong. So it can fly off. So that is the danger. Most of the terraces had the tin roofs, So I was worried about the tin roofs flying off because of the rotor downwash. That can be fatal can be very grave danger to the helicopter. Because what happens is the tin roof can fly up to my rotors. And if it hits any part of the aircraft, it's a catastrophic failure there. So I had to keep at a higher height, and then from there you have to send the winch down. And then we have to winch up one after the other. So it's very time consuming, and all the time you have to maintain precise hover. You have to keep flying the aircraft manually to keep it steady, because you can't move. If you move 1 inch at a height, this can be, where the winch is, it can go almost, 15 feet, 20 feet away. So you have to be precise in your skill in hovering. That is the challenge. Those are the challenges which was completely new for us, very tall coconut trees, the high tension wires, the microwave towers, the buildings, and then this anything which can be loose on the ground, So you had to come low to rescue people, yet you have to sufficiently remain high so that you are safe from all these things, So that is a challenge. It's a continuous challenge actually. How to maneuver the aircraft. Very often, sometimes what happens is, the place where you can put the aircraft, you may be not facing the wind. So which can be very, very tricky. Helicopters or any aircraft flies best when it is facing into the wind. It's an aerodynamic requirement, So some places I couldn't face into the wind. Wind was from my tail. So that makes it that much more difficult to maneuver, to control the aircraft. See, it's also the reason that Navy, we normally don't fly over land, Our naval flying is all over sea. Here it was completely different. We were flying all over the land. So which was completely very different for us. The flying takes place from an air station. As far as Navy is concerned, we have INS Garuda. So we all assemble there, and then we have clearly tasks assigned to each one of us. So then thereafter, every aeroplane will take off. The pilots who are assigned for the task. The missions are launched from Garuda. So Garuda is the one who coordinates the entire thing. So everybody had a clear-cut task. Today, okay, this you are going to so-and-so area. The other helicopter is going to so-and-so area. Like that, we divided the entire state, wherever we could reach. So every aircraft is going to different locations. And then you try and rescue whoever, opportunity based on whoever is asking you for help. We kept rescuing people. So depending on the aircraft that you fly, every aircraft has got a defined endurance. Like Chetak helicopter can't fly as long as Sea-King can fly, or an ALH can't fly as long as ALH can fly a little more than Chetak, So every aircraft has got a certain defined endurance. Etra samayam fly am, കാരണം അത് കഴിയുമ്പോൾ അതിന് fuel കഴിയും. So then you have to come back to Garuda, refuel the aircraft and then go again. So this went on. This is a continuous process. So one mission after the mission, you kept going back to Garuda, drop the people and refuel the aircraft and again go back. So that is the process. So from sunrise to sunset, the Navy was flying. Nightly, it's not possible to rescue in this kind of
ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളപ്പോൾ യു കാൻ സീ എനിത്തിങ്. സോ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. എനിക്ക് കുറച്ചുകൂടിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ എന്നും തോന്നിയിരുന്നു അത്. ഐ ഗെസ് ദാറ്റ്സ് എ വെരി ഒരു യു ഓൾവേസ് ഫീൽ റീച്ച് ഔട്ട് ടു പീപ്പിൾ ഹു റിക്വയർ യുവർ ഹെൽപ്പ്. ക്ലീൻ ഷീറ്റ് ഇട്ടുള്ള റൂഫിൻ്റെ മുകളിൽ ചെറിയ ഒരു സ്ക്വയറിൽ നിന്നൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഐ റെസ്ക്യൂഡ് വൺ paralyzed woman through this hole. That was very challenging actually because she was in a wheelchair. Our parents was desperately trying to send her away. So the danger was ഈ കുട്ടീനെ വീൽചെയറിൽ നിന്ന് റെസ്ക്യൂ ഹോയിസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് ഈ ചെറിയ ഹോളിൽ കൂടെ വേണം മുകളിലേക്ക് പൊന്തിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു തുള്ളി അനങ്ങിയാൽ she can get injured, grievous injury can be very dangerous, grievous. So you have to be very, very still in flying. Unfortunate fact of being a helicopter pilot, though I've been involved in many rescues, I hardly know anyone whom by name, the people whom I rescued. അത് ഒരിക്കലും പറ്റിയിട്ടില്ല, അതിനൊരു അവസരം കിട്ടിയിട്ടില്ല. ബട്ട് ഹാപ്പി ദ ഫാക്ട് ദറ്റ് വേറൊരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയെന്ന് അറിയുന്നത് മാത്രം ആ ഒരു സന്തോഷവും സമാധാനം മതി. ആലുവ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ വെള്ളം ആയിരുന്നു. ആ പാലത്തിൻ്റെ ആ ശിവക്ഷേത്രം കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടർ. Nedumbasheri airport completely underwater. The first floor, only water was at the first floor of the airport building. Runway, full runway was underwater. I mean, that is the kind of scenes that I've seen during the Kerala floods. Changanur, Tiruvalla, only when you reached, it is very wooded, kore maragalakkulla town ayundu. Only when you reach there, you realize avudathe bhayanakam manasilavullu. Full water ayirunnu town inde agathu. Adupole Kaladi, Chalakudi, all over the place. Fully inundated. ഇത്രയധികം വെള്ളം ആലോചിക്കാൻ പറ്റാത്തത്ര വെള്ളമായിരുന്നു. Completely flooded. I can speak as a proud Malayali that the way the fishermen rose to the challenge, phenomenal out of the box solutions പറയില്ലേ. So such brilliant people, and they did a human service actually. Everybody, why just fishermen? I think everyone was a hero. I mean, I think that entire mass of humanity came together. This was an opportunity for, I guess, for everyone to get together. Everybody was into this, rescuing people. All kinds of things happened to you. You see, military, I can speak with confidence that we evolve with every lessons. Military learns from every event that takes place, So evolve from making us more efficient and better efficient. I guess in the realm of act aid to civil power, whenever there is a natural disaster, namely floods or earthquake, where the military comes to in the aid of the civilian population, namely there a lot of coordination comes in terms of the whether it's a district administration, the state administration, the bureaucracy per se, So I guess that is where we really need to work. For instance, very many places we must establish the systems well as to in case a disaster strikes, let's say Kerala, we should be prepared for it. In the sense the collector or the government in Trivandrum, they all should have a blueprint ready. How to employ the military, where to employ the military. I think that this kind of exercise, regular exercise, during the peacetime, will ensure that we will be much more efficient than what we are. If we can do some practices, to improve our efficiency in terms of coordination between the various branches or departments of the government with the military. If we can do that more, it's all about awareness. If we can make the common man be more aware of the dangers and what will save him or her, I think that will help people in a long way.